നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതമാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നോടൊക്കെ ഒലൂതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനാണ്. കാലൊക്കെ പിണച്ചു വെച്ച് മുട്ടിന് മുകളിലായിട്ടുള്ള ആ ഒരു കുഞ്ഞു പട്ടുവസ്ത്രം ഉടുത്തുകൊണ്ട് അലങ്കാരങ്ങളോട് കൂടി നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണൻ, തടിച്ചുരുണ്ട ഉണ്ണികൃഷ്ണനായിട്ടാണ് ശ്രീലകത്തുള്ളത്. ഇത് ഇന്നത്തെ ദിവസം, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ അലങ്കാരം കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ ഒരു ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. ഇന്ന് വീണ്ടും സാധാരണ പോലത്തെ ഷൂട്ടാണ് അല്ലേ. ഇടയ്ക്കൊക്കെ നമുക്ക് ഇനി അങ്ങനെ ആവാം അല്ലേ. അതിനിടയിൽ ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു ക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായിട്ട്. തീർച്ചയായിട്ടും ഓരോ ക്ഷേത്രത്തിലും വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അമ്പലങ്ങളിൽ പോയി തൊഴുക എന്നുള്ളത് കേട്ടോ. എല്ലാ അമ്പലത്തിലൊന്നും ഗുരുവായൂരപ്പനെ തൊഴുന്ന അതേ ഫീലോടുകൂടി എനിക്ക് സമീപിക്കാനൊന്നും സാധിക്കാറില്ല. എന്നാലും അമ്പലങ്ങളുടെ ആറ്റ്മോസ്ഫിയർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഏതൊരു അമ്പലത്തിൽ പോയാലും നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന സുപരിചിതമായൊരു ശബ്ദമുണ്ട്, അമ്പലപ്രാവുകളുടെ ശബ്ദം. അത് കേൾക്കുമ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഈ അത്രയ്ക്ക് എന്താ പറയുക, ഹൃദ്യമായിട്ടുള്ളൊരു ശബ്ദമൊന്നുമല്ല ഈ പ്രാവുകളുടെ ശബ്ദം എന്ന് പറയുന്നത്. പക്ഷെ അത് അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുമ്പോൾ എന്തോ ഒരു ഡിവൈൻ ടച്ച് അതിനുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഓരോ ക്ഷേത്രത്തിലേക്കും വരാൻ സാധിക്കട്ടെ, എല്ലാ ഈശ്വരന്മാരെയും കണ്ട് വണങ്ങാൻ സാധിക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് ഒരു പതിവുണ്ട് കേട്ടോ. അമ്മയുടെ ജപമാലയിൽ ഓരോ ക്ഷേത്രങ്ങളും, അമ്മ ഇതുവരെ അമ്മയുടെ ആയുസ്സിൽ പോയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പേരുകൾ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ എന്തിനാ അങ്ങനെ കൗണ്ട് ചെയ്യണേന്ന് ചോദിച്ചാൽ അമ്മ പറയും, മനസ്സുകൊണ്ട് ഒരു നിമിഷം ഞാൻ ആ ക്ഷേത്രത്തിൽ എത്തുന്നു. അത് സത്യമല്ലേ. നമ്മളൊരു അമ്പലത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ആ അമ്പലത്തിൽ തൊഴുത നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും ഇല്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പ്രാക്ടിക്കലാക്കി നോക്കൂ കേട്ടോ. ഒന്ന് കയ്യിൽ എണ്ണം പിടിച്ചു നോക്കൂ. നമുക്ക് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റി, ആ ക്ഷേത്രത്തിൽ നമുക്ക് തൊഴുതപ്പോഴുള്ള എക്സ്പീരിയൻസ്, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തായാലും ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ തൊഴാൻ പറ്റി എന്നുള്ളതിനെ കുറിച്ച് ഒരു കൗണ്ട് എടുത്തു നോക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ ശബ്ദം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു, ഒരു സുഖകരമല്ല. മൊത്തത്തിൽ ഒരു പനി അന്തരീക്ഷമാണ്. കൂടുതൽ അസുഖങ്ങളിലേക്ക് മാറാതിരിക്കട്ടെ അല്ലേ. ആദ്യത്തെ ചോദ്യം പറയാം കേട്ടോ. വിശ്വനാഥൻ എന്ന ഐ ഡി എന്നാണ് ചേച്ചി. ഞാൻ പേര് മറന്നു പോകും, എപ്പോഴും ഞാൻ പേര് മറന്നു പോവാണ് കേട്ടോ. ഞാൻ എപ്പോഴും ലൈവിൽ വരുമ്പോഴും പറയാറുണ്ട്, ചേച്ചിയുടെ പേരൊന്ന് മെൻഷൻ ചെയ്യൂ കൂടെ, അതൊന്ന് ഉറക്കുന്നത് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേര് മറന്നുപോയ ചേച്ചിയുടെ ചോദ്യമാണ് ഞാൻ പറയുന്നത്. സവിതക്കുട്ടിക്ക് 1000 നമസ്കാരം. സവിതയിലൂടെയാണ് ഭഗവാനിലേക്ക് കൂടുതൽ എടുത്തത്. ഈ വർഷത്തെ വൈശാഖ മാസത്തിൽ നാരായണീയം സമ്പൂർണ്ണമായി വായിക്കാനും ദിവസവും ഭാഗവതം 12-ാം അധ്യായവും വിഷ്ണു സഹസ്രനാമവും നാരായണ കവചവും ഒരു ദിവസം ഭഗവത്ഗീതയും സമ്പൂർണ്ണമായി വായിക്കാൻ സാധിച്ചിരുന്നു. എന്നിരുന്നാലും എൻ്റെ ഹസ്ബൻഡിന് കിഡ്നിക്കാണ് കുഴപ്പം, ഡയാലിസിസ് ചെയ്യാണ്. അതിനൊരു കുറവുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സവിതമോളെ, ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇതിനുത്തരം തരാമോ? കേൾക്കാതിരിക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണന് പറ്റില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് കാര്യവും ചെയ്യൂ കേട്ടോ. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, പക്ഷെ അത് ഉറപ്പായിട്ടും എൻ്റെ ഗുരുവായൂരപ്പൻ അത് നേരെയാക്കി തരും, നേരെയാക്കി തന്നിരിക്കും. ഇങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യൂ. ഗുരുവായൂരപ്പനെ അപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും പറ്റില്ല, പറ്റാതിരിക്കട്ടെ. അപ്പോൾ ചേച്ചി നാരായണീയം മുറുക്കെ പിടിക്കൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയുടെ കാര്യം. എൻ്റെ അമ്മേനെ സർജറിക്ക് കയറ്റിയപ്പോൾ തൊട്ട് നാരായണീയം മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചു പോകും, അതല്ലെങ്കിൽ പാരലൈസ്ഡ് ആയി പോകും എന്ന് പറഞ്ഞ എൻ്റെ അമ്മ ഇന്നും എൻ്റെ കൂടെയില്ലേ. അപ്പോൾ അതൊക്കെ ഗുരുവായൂരപ്പൻ അവിടെ നേരെയാക്കി തന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മുടെ വിധിയെ പോലും മാറ്റിമറയ്ക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ വിധിയെ മാറ്റിമറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉറച്ച വിശ്വാസത്തിലൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ മുറുകെ 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 പിടിച്ചോളൂ. അടുത്തതായിട്ട് സവിത ചേച്ചി, ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി പോവേണ്ടത് 4-ാം ക്ലാസ്സിലേക്കാണ്. എൻ്റെ പേര് ശിവന്യ എന്നാണ്, വീണയുടെ മകളാണ്, 600 നാമം ജപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4-ാം ക്ലാസ്സിൽ പഠിക്കണ കുഞ്ഞുവാവേ,
എന്നെ ഇങ്ങനെ ചേച്ചി എന്നൊന്നും വിളിക്കല്ലേ. ഞാൻ സവിത വല്യമ്മയാണ് കേട്ടോ. വല്യമ്മയെന്ന് വിളിച്ചോളൂ. കാരണം എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ കുഞ്ഞു 3 മക്കള്. 3ലും 5ലും 7ലും ആണ് കേട്ടോ അവര് പഠിക്കണത്. അപ്പോൾ സവിത വല്യമ്മയുടെ കുട്ടിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കേൾക്കുമ്പോൾ. ഇതൊക്കെ നിങ്ങളും കേൾക്കുന്നുണ്ട് അമ്മമാരുടെ കൂടെ ഇരുന്നെന്ന് പറയുമ്പോൾ. നോക്കൂ, ഒരു കുട്ടി 15 വയസ്സ് വരെ എന്താണോ ശീലിക്കുന്നത് അത് തന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തിലുടനീളം ശീലിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ അതൊക്കെ പൂർണ്ണമായും ശരിയുമാണ്. കാരണം ഞാനൊക്കെ 7-8 പഠിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെത്തണ്ടേ 15 വയസ്സാവാൻ. 7-8 പഠിക്കുന്ന കാലത്ത് അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് 7-8 തൊട്ട് ഓർമ്മ ഉള്ളൂ കേട്ടോ. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് അമ്മയ്ക്ക് വേറെ ഒന്നും അറിയില്ല, വേറെ ഒന്നും അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല. കുളിച്ച് അമ്പലത്തിൽ തൊഴുതു വന്നാലേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തരുള്ളൂ, അത് നിർബന്ധമായിരുന്നു. അപ്പം അന്നൊക്കെ ഭക്ഷണം കഴിക്കണ്ടേന്ന് കരുതിയിട്ടാണ് അമ്പലത്തിൽ പോയി തൊഴുക, അതല്ലാതെ ഭക്തി കൊണ്ടൊന്നുമല്ല. പിന്നെ നാരായണീയം വായിക്കാൻ അമ്മ കളിയാക്കിയിട്ടൊക്കെയാണ് എന്നെ നാരായണീയം വായിക്കാനൊക്കെ ആക്കിയത്. വായന കേൾക്കാനൊക്കെ പറഞ്ഞതും ഇതുപോലെ തന്നെ, നിന്നെ ആൾക്കാർക്ക് ഇഷ്ടമാവണമെങ്കിൽ, നീ നല്ല കുട്ടിയാവണമെങ്കിൽ നീ വായന കേൾക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അന്നതൊക്കെ അമ്മയ്ക്ക് വേണ്ടി ആർക്കാനും വേണ്ടി ഒക്കാനിക്കാന്നൊക്കെ പറയില്ലേ, ഇടയ്ക്കൊക്കെ ചെറിയ കള്ളത്തരങ്ങളും ഞാൻ കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ 100ാമത്തെ ദശകം കേട്ട അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മയ്ക്ക് നാരായണീയം അറിയില്ല കേട്ടോ, വായിക്കാൻ അറിയില്ല. അപ്പം അമ്മ എനിക്കറിയാത്തതൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. അപ്പം അമ്മയ്ക്ക് 100ാമത്തെ ദശകം കേട്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇടയ്ക്ക് 85, 86 വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ടഫായിട്ടുള്ള ഭാഗങ്ങളാണല്ലോ. അപ്പം 100ാമത്തെ ദശകം വായിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ അമ്മയെന്ന് പറയും. അപ്പോൾ ആ പ്രായത്തിലൊക്കെ അമ്മേനെ പറ്റിക്കായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ, എനിക്ക് ദൂരദേശത്തേക്ക് യാത്ര പോകണമെന്നൊന്നും ആഗ്രഹമില്ല. എനിക്ക് ഗുരുവായൂരമ്പലമാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം നാരായണീയത്തിലെ കഥകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂരപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ വെച്ചാൽ ആ 15 വയസ്സ് വരെ ഞാൻ എന്താണോ ശീലിച്ചത്, ആ ശീലത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തോ വലിയ മഹാപാപം ചെയ്തിട്ടാണ് ഞാൻ വിദേശത്തെത്തിയെന്നൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് കേട്ടോ. കാരണം എനിക്കതൊന്നും ഇഷ്ടമില്ല. എനിക്കിഷ്ടമുള്ളത് എന്താണോ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചുരുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസം വരണമെങ്കിൽ അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. അങ്ങനെ ആകുമ്പോഴാണ് ആ വിശ്വാസത്തിന് ഭയങ്കര ഡെപ്ത് ഉണ്ടാവുക. കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ നാമം ജപിച്ച ഭഗവാൻ കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ ഒരു മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വഴിപാടും കൂടി വിചാരിക്കും. എനിക്ക് പനി വരുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനെ കുളിച്ച് തൊഴാട്ടോ എൻ്റെ പനി മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നുണ്ടാവുക. പക്ഷേ വേറൊരു ഇപ്പോൾ കുറച്ചൊരു പ്രായമായിട്ട് ഇതിലേക്കൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചാൽ മതി, എന്നാൽ പനി മാറും. അല്ലാതെ ആവശ്യമില്ലാത്ത ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ ചെറിയ കുട്ടികൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശിവന്യ ഇനിയും തുടർന്ന് കാണൂ. വല്യമ്മയുടെ കുട്ടി നല്ല കുട്ടിയായിട്ട് ഇനിയും ഒരുപാട് നാമം ജപിക്കാൻ സാധിക്കട്ടെ കേട്ടോ. അടുത്തതായിട്ട് അനിത എന്ന ഭക്തയാണ്. സവിത, എൻ്റെ വിഷമത്തിന് മറുപടി തരണേ. ഞങ്ങളുടെ ബൈക്കിൻ്റെ ബുക്കും പേപ്പറും കാണാനില്ല. ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? മുൻപും ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, സവിത മറുപടി ഇട്ടില്ല. കാണാത്തതുകൊണ്ടാവും അനിത ചേച്ചി. ബുക്കും പേപ്പറും കാണാത്തതിന് ഒരു പിടിപ്പണം ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ. അപ്പം കുഞ്ഞൊരു ബൈക്ക് വാങ്ങിയിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി സമർപ്പിച്ചോളൂ. കളിക്കണ കളിക്കോപ്പായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, ടോയ്സിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു കുഞ്ഞു സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് എനിക്കൊക്കെ നേരേക്ക് തരണേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ അത് എവിടെയാണ് എടുത്തു വെച്ചിരിക്കണേന്നോ കറക്റ്റായിട്ട് കാണിച്ചു തരും. അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരൂ കേട്ടോ. അടുത്തതായിട്ട് ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുവേട്ടൻ്റെ പേഴ്സ് ഒരിക്കൽ കളഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി. ആരും പോക്കറ്റ് അടിച്ചതൊന്നുമല്ല, നഷ്ടപ്പെട്ടു പോയതാ കയ്യിൽ നിന്ന്. ആ സമയത്ത് ഏട്ടൻ ഭയങ്കര കൂളായിരുന്നു, ഒട്ടും പരിഭ്രമം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം അതിൽ ഒരുപാട് പൈസയൊന്നുമില്ല. പക്ഷേ ഏട്ടൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അതിലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഏട്ടൻ എന്താ ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ? ഏട്ടൻ ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് ഏതോ മഴയത്ത് ചാലിലോ കൊലിച്ചു പോയിട്ടുണ്ടാവും, കാരണം ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് മിസ്സായത്. അപ്പോൾ
ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റണേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അഹസ് വഴിപാടുന്നായിരുന്നു. ഗുരുവായൂരപ്പൻ അഹസ് ഷീട്ടാക്കിയിട്ട് പേഴ്സ് തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ ഏട്ടൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും തിരിച്ചു കിട്ടി, പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഏട്ടനെ എങ്ങനെയാ ഇത്രയും കൂളായിട്ടിരിക്കാൻ പറ്റുക വെച്ചാൽ അതൊക്കെ ഭഗവാൻ നേരേക്ക് തരും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതേമാതിരി ആയിരിക്കണം നമുക്ക്. ഇതിനുള്ളൊരു സൊല്യൂഷൻ ഭഗവാൻ എന്തായാലും ഉണ്ടാക്കി തരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിക്കോളണം എന്നൊന്നുമില്ല, പക്ഷെ ആ സൊല്യൂഷൻ കിട്ടട്ടെ. അടുത്തതായിട്ട് സുജ കെ എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, സവിത കണ്ടില്ല എന്ന് തോന്നുന്നു. ധന്വന്തരി ഭഗവാന്റെ കയ്യിൽ അട്ട പിടിച്ചിരിക്കുന്നതിന്റെ കഥ എന്താണെന്ന് പറയാൻ പോകുന്നു. ധന്വന്തരി ഭഗവാനാണ് ആയുർവേദ ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് അല്ലെ. എല്ലാ മരുന്നുകളുടെയും ആചാര്യസ്ഥാനത്ത് ഭഗവാനാണ് ഉള്ളത്. ഒരു നാടൻ ചികിത്സാ രീതിയുണ്ട്, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക എന്ന് പറയുന്നത്. ദുഷിച്ച രക്തങ്ങളെല്ലാം കളയാനായിട്ട് അട്ടയെ ഉപയോഗിക്കാറുണ്ട് പല ചികിത്സാ രീതിക്കും. ഇന്നും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഓരോ ചികിത്സാ രീതി ഉണ്ട്. പക്ഷെ അത് എവിടെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ചികിത്സാ രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ അട്ടകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുഷിച്ച രക്തം മാത്രം ഊറ്റിക്കൊടിക്കുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ അട്ടയ്ക്ക്. നല്ല രക്തത്തിന് ഒന്നും സംഭവിക്കില്ല അത്രേ. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമായിട്ടായിരിക്കാം ഈ അട്ടയും കുഴമ്പും എന്നുള്ള രീതിയിൽ ധന്വന്തരി മൂർത്തിക്ക് അങ്ങനെ ഒരു ഭാവം വന്നത്. അട്ടയും കുഴമ്പും ഷീട്ടാക്കുക എന്നുള്ളത് ഒരു ഫേമസ് വഴിപാടാണ്. ഇവിടെ അടുത്ത് ധന്വന്തരിയുടെ ഒരു അമ്പലമുണ്ട്, എരുമപ്പെട്ടിയിൽ ധന്വന്തരി ക്ഷേത്രമുണ്ട്. അവിടെ അട്ടയും കുഴമ്പുമാണ് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസാദമായിട്ട് മുക്കിയുടെ നീതിയൊക്കെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള അസുഖം മാറാനും ഈ മുക്കിടി സ്വീകരിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ അട്ട എന്നുള്ള ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ലക്ഷ്മി ധനീഷ് എന്ന ഭക്തയാണ്. സവിതയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കുന്നിക്കുരുവിൻ്റെ അനുഭവം പറഞ്ഞിരുന്നു വാട്സപ്പ് മെസ്സേജിൽ. എനിക്ക് പറയാൻ അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. എനിക്ക് ആഗ്രഹങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് ഭഗവാനോട് പറയാൻ തോന്നാറില്ല. നാമം ചൊല്ലാറുണ്ട് രാവിലെയും വൈകിട്ടും, പക്ഷെ ചൊല്ലിക്കഴിഞ്ഞ അവസാനം എല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് മാത്രമേ പറയാൻ തോന്നാറുള്ളൂ. എൻ്റെ ആഗ്രഹം പറയാൻ തോന്നാറില്ല. ഭഗവാനെ ഞാൻ എൻ്റെ മകനായിട്ടാണ് കാണുന്നത്, ഒരു റിപ്ലൈ തരാമോ എന്നാണ്. തികച്ചും വ്യക്തിപരമാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് വേണമെങ്കിൽ ഭഗവാനോട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പറയാം, അതല്ലെങ്കിൽ നമുക്ക് ഒരാഗ്രഹവും പറയണ്ട. കാരണം ഭഗവാൻ യോഗേശ്വരനാണ്. ഗുരുവായൂരപ്പൻ അറിയാത്ത ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരാം, സവിത ഇതിലെ ഏത് കാറ്റഗറിയാണ്? എല്ലാം പറയുന്ന കാറ്റഗറിയാണ് ഞാൻ. എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഗുരുവായൂരപ്പനോട് പോയി പറയാറുണ്ട്. അത് കുഞ്ഞു കാര്യമാണെങ്കിലും. ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് ഈ ലോഡ് ഷെഡിങ് ഒക്കെ ഉള്ള സമയത്ത് കറണ്ട് വേഗം വരണേന്ന് പറയാൻ ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഉണ്ണീഷ എനിക്ക് ഇരുട്ടത്തിരിക്കാൻ വയ്യ, ഒന്ന് വേഗം കറണ്ട് വരണേ, ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തൊട്ട് ഏറ്റവും വലിയ കാര്യം എൻ്റെ മകളുടെ ജീവൻ ആയുസ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയടക്കം എല്ലാം ഞാൻ ഗുരുവായൂരപ്പനോട് പറയാറുണ്ട്. എന്ത് പ്രാർത്ഥനയും ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ പറയാറുണ്ട്. എന്നാൽ മനുവേട്ടന് ഈ പറഞ്ഞ അതേ സ്വഭാവമാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചി പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ അതേ സ്വഭാവമാണ് മനുവേട്ടൻ പറയും 1000 ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും, പക്ഷെ അവസാനം വന്ന് ഗുരുവായൂരപ്പനെ കണ്ടാൽ എൻ്റെ മക്കളെ സംരക്ഷിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ, എനിക്ക് വേറെ ഒന്നും തോന്നാറില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ മക്കളെ സംരക്ഷിക്കൽ മാത്രമാണ് ഭഗവാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നിങ്ങൾ കാണുന്ന ഞങ്ങളെ ആക്കി തന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നു എൻ്റെയും മനുവേട്ടൻ്റെയും. ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത് അറിയാതെ ഭയങ്കരമായിട്ട് പകച്ചു നിന്നൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിന്നിരുന്നു ഞങ്ങളുടെ ലൈഫ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇത്രയും സ്മൂത്തായിട്ട് ഇത്രയും വളരെ മനോഹരമാക്കി തന്നത് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ നമ്മൾ എന്താഗ്രഹം വേണമെങ്കിലും ഗുരുവായൂരപ്പനോട് പറയാതിരിക്കാം. അത് നമ്മുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. ഒന്നും പറയാഞ്ഞാൽ ഭഗവാൻ എല്ലാം അറിയാം. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ പോയി നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പറയരുത്. ആര് പറഞ്ഞു പറയരുതെന്ന്? ഗുരുവായൂരപ്പനോടല്ലാതെ നമ്മൾ ആരോടാ പറയുക? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാഥനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എല്ലാം പറയാം. നമ്മളെ അമ്മയോട് പറയില്ലേ ഓരോ കാര്യങ്ങളും, നമ്മുടെ അച്ഛനോട് പറയില്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പൊ എൻ്റെ അച്ഛനോട് പറയുകയാണ് ഞാൻ, അച്ഛാ എനിക്ക് ഇന്ന രീതിയിലുള്ള പുസ്തകം വേണം, അല്ലെങ്കിൽ ഇന്ന കളറുള്ള പേന വേണം,
നീ അച്ഛനോടല്ലാണ്ട് ആരോടാ പറയാ? എന്നാൽ എനിക്ക് സ്കൂൾ തുറക്കാറായി, എനിക്ക് പേനയും പുസ്തകവും വേണമെന്ന് എൻ്റെ അച്ഛൻ അറിയില്ലേ? കറക്റ്റായിട്ട് അച്ഛൻ വാങ്ങിച്ചു തരില്ലേ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചു തരുന്ന അച്ഛനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല അച്ഛൻ എനിക്കുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയില്ലേ, നമ്മൾ ആരോടാ വേറെ പറയാ? അതേപോലെ നമ്മുടെ നാഥനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയണം എന്നാണോ തോന്നണേ? തീർച്ചയായിട്ടും പറയണം. ആഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇമോഷൻസും നമുക്ക് പങ്കുവെക്കാം. അതിപ്പോൾ ആഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ദേഷ്യം വരികയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഉണ്ണികൃഷ്ണൻ എനിക്ക് അവരെ ഇഷ്ടമല്ല കേട്ടോ, ഇവരെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, അവരെൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അത് നമ്മൾ കുറ്റം പറയല്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനോട് പറയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുകയാണ്, ഉണ്ണികൃഷ്ണൻ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല സ്വഭാവമാണ് അല്ലേ ഗുരുവായൂരപ്പ. ഞാനൊക്കെ പുതുതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തികച്ചും ഔട്ട്സൈഡേഴ്സ് ആണെങ്കിൽ, ആസ് എ ഫ്രണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പോയി ഗുരുവായൂരപ്പനോട് പറയാം, ഗുരുവായൂരപ്പ അവരെ എന്നോട് സംസാരിക്കേണ്ട, അവർ നല്ല ആളാണോ ഒരു ചീത്ത ആളാണോ? എനിക്ക് സിംറ്റംസ് ഒക്കെ കിട്ടും, എന്നാലും ഞാൻ മുന്നോട്ട് പോകും കുറച്ചൊക്കെ കേട്ടോ. അപ്പോൾ അത് ചീത്ത ആളാണെന്ന് സിംറ്റം കിട്ടിയിട്ടാ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരടി ഭഗവാൻ എനിക്ക് തരാറുണ്ട്. ആ അടി കിട്ടണ വരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ അടി കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ്, മുമ്പേ ഗുരുവായൂരപ്പൻ പറഞ്ഞിരുന്നു, ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞ് പിന്മാറായി. റീസെൻ്റ്ലി കൂടി എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പിന്മാറേണ്ടി വരാറുണ്ട്. അതല്ലെങ്കിലോ ഗുരുവായൂരപ്പൻ പറയാണ് നല്ല നല്ല പയ്യൻ അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാ, അവരുമായിട്ട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞാലോ എനിക്ക് വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കാനും പറ്റാറുണ്ട്. അപ്പോൾ എന്തിനും ഏതിനും ഭഗവാനോട് പറയാം, പറയാതിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അതെന്താ വേണ്ടതെന്നുള്ളത് തികച്ചും വ്യക്തിപരമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണന്മാരെ.